സർ, ഇന്ത്യക്ക് മേൽ ചുമത്തിയ 50% താരിഫ് കൊണ്ടൊന്നും അമേരിക്ക ഈ താരിഫ് യുദ്ധം മതിയാക്കുന്നില്ല. യൂറോപ്യൻ യൂണിയനോട് ഏറ്റവും ഒടുവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് റഷ്യയ്ക്ക് മേൽ 100% താരിഫ് ഏർപ്പെടുത്തും എന്നൊക്കെയാണ്. അപ്പോൾ അമേരിക്കയുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഈ താരിഫ് ഏർപ്പെടുത്തി ലാഭമുണ്ടാക്കുക അങ്ങനെയൊന്നുമല്ല. മറ്റെന്തോ ഒന്ന് അമേരിക്ക ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ ഒരു അമേരിക്ക ഈ അധിക നികുതി ചുങ്കം ചുമത്തിയിരിക്കുന്ന രാജ്യങ്ങളുടെ ഒരു പട്ടിക എടുത്താൽ നമുക്ക് മനസ്സിലാകും. ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നിലവിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്ക ഉന്നം വെച്ചിരിക്കുന്നത് മുഴുവൻ. അപ്പോൾ അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് മറ്റെന്തോ ആണ്. യഥാർത്ഥത്തിൽ അമേരിക്കയോ ട്രംപോ മറ്റേതെങ്കിലും ഒരു ലോക രാജ്യത്തെ ഭയക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ അധിക താരിഫിന്റെ പിന്നിൽ അമേരിക്കയുടെ ഒരു മോട്ടീവ് എന്താവാനാണ് സാധ്യത? ട്രംപ് അമേരിക്ക മാത്രമല്ല, വികസിത യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ അങ്കലാപ്പിലാണ്. ഏറ്റവും അവസാനം ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചൈനയുടെ മേൽ യൂറോപ്യൻ യൂണിയൻ 100% ഇറക്കുമതി പിഴച്ചുങ്കം ഏർപ്പെടുത്തണമെന്നാണ്. അതിന് കാര്യം പറഞ്ഞിരിക്കുന്നത് റഷ്യയെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നു. അതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം. പക്ഷേ നമ്മൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ യഥാർത്ഥ കാരണം മറ്റൊന്നാണ്. യൂറോപ്പിനായാലും അമേരിക്കയ്ക്കായാലും ചൈനയെ പേടിക്കേണ്ടതായ കാര്യം ഇപ്പോഴുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചൈന കൈവരിച്ചിട്ടുള്ള വൈദ്യുത സ്വയം പര്യാപ്തതയാണ്. അതായത് ഇപ്പോൾ തന്നെ അമേരിക്കയുടെ മൊത്തം വൈദ്യുത ഉൽപാദനത്തെക്കാൾ കൂടുതൽ ചൈനയ്ക്കുണ്ട്. 51% അവർ കവർ ചെയ്തു. അത് അവരുടെ വൈദ്യുത ഉൽപാദനം ചൈന അമേരിക്കയിൽ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത ഉൽപാദനത്തെക്കാൾ കൂടുതലാണ്. കഴിഞ്ഞ ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ H1 251 ഗിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള സംവിധാനം ഇപ്പോൾ ചൈനയ്ക്കുണ്ട്. ഈ ചൈന ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊന്ന് ക്ലീൻ എനർജി എന്നാണ് പറയുന്നത്. അവർ കൂടുതലായിട്ടും സോളാറ്, ഹൈഡ്രോ ഇലക്ട്രിക്, പിന്നീട് അതുപോലെയുള്ള റിവേഴ്സ് ചെയ്യുന്ന അതായത് അതിന് പറയുന്നത് പംപ്ഡ് സ്റ്റോറേജ് ഹൈഡ്രോ ഇലക്ട്രിക്, അതായത് കൽക്കരി, ഡീസല് തുടങ്ങിയവയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഇത്തരം സാധനങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സുകൾ ഉപയോഗിച്ചിട്ടാണ് വൈദ്യുത ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഏത് രാഷ്ട്രത്തിൻ്റെ കാര്യത്തിലായാലും ഊർജോൽപാദനത്തിൻ്റെ തോത് വെച്ചിട്ടാണ് അതിൻ്റെ വികസനം മുന്നോട്ട് പോകാനുള്ള സാധ്യത. അപ്പം ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ചൈന വളരെയധികം അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് ഈ വൈദ്യുതിയുടെ കാര്യത്തിൽ. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, സോളാറിൽ 212 ഗിഗാവാട്ട്, ഹൈഡ്രോ ഇലക്ട്രിക്കൽ 121 ഗിഗാവാട്ട്, പംപ്ഡ് സ്റ്റോറേജ് 55, പിന്നെ കൂടാതെ അവർക്ക് അറ്റോമിക് എനർജി ഉണ്ട്. അപ്പം ഇത്തരം ഊർജ സുരക്ഷിതത്വം അവർക്ക് വന്നു കഴിഞ്ഞു. പിന്നെ അതിപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ അവർ ചെയ്യുന്ന അവരുടെ വ്യവസായം വികസിപ്പിക്കുന്നതാണ്. അതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഏരിയയും വളരെ രസകരമായ, അല്ലെങ്കിൽ അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒക്കെ ത്രെറ്റ് ഉണ്ടാക്കുന്ന വ്യവസായങ്ങളാണ്. ഒന്ന് EV, ഇലക്ട്രിക് വെഹിക്കിൾസ്. രണ്ടാമത്തേത് ബാറ്ററീസ്, അതായത് EV ഓടണം, EV അല്ല, ഈ നമ്മൾ പറയുന്ന സ്റ്റോറേജ് ഫെസിലിറ്റി, സ്റ്റോറേജ് ബാറ്ററീസ്, അതായത് നാച്ചുറൽ സോഴ്സിൽ നിന്നും ഉണ്ടാക്കുന്ന വൈദ്യുതി സ്റ്റോറേജ് ചെയ്യാനുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി, ആ ബാറ്ററീസ് ആണ്. അതായത് അതൊരു പുതിയ ഒരു ഏരിയയിലേക്കാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇപ്പം കേരളത്തിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സോളാർ സിസ്റ്റം KSEBയുടെ സിസ്റ്റത്തെ തകരാറിലാക്കുന്നു എന്ന് പറഞ്ഞൊരു പരാതിയുണ്ട്.
അതായത് പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 40% മാത്രമേ ഇപ്പം കേരളത്തിലെ ഉൽപാദകർ തിരിച്ചെടുക്കുന്നുള്ളൂ. അപ്പൊ മറ്റ് വൈദ്യുതി അപ്പൊ ഇപ്പൊ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൈദ്യുതി സ്റ്റോർ ചെയ്തിട്ട് പീക്ക് അവേഴ്സിൽ കൊടുക്കാനുള്ള സംവിധാനമാണ്. പക്ഷെ അതിന് ബാറ്ററി സെറ്റപ്പ് വേണം. ആ ബാറ്ററി സെറ്റപ്പിന് വളരെ കോസ്റ്റ് ഉണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ കോസ്റ്റ്ലി ആണ്. അപ്പം ആ ഒരു ഏരിയയിലും, അതായത് ബാറ്ററി സെറ്റപ്പിലും ചൈന അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ അവരുടെ റിസർച്ച് ആൻഡ് പേറ്റന്റ് എന്ന് പറയുന്ന എഐയില്, റോബോട്ടിക്സില്, ഈ രണ്ട് കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ പേറ്റന്റും ഗവേഷണ പ്രബന്ധങ്ങളും ഇറങ്ങിയിട്ടുള്ളത് ചൈനയിൽ നിന്നാണ്. ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ റോബോട്ടിക്സിലും എഐയിലുമുള്ള പേറ്റന്റുകൾ. ഇതൊക്കെ ഇവരെ സ്വാഭാവികമായിട്ടും ഭയപ്പെടുത്തും. പിന്നെ അവർ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് കൃഷി, ആരോഗ്യം, യുദ്ധം. യുദ്ധം എന്ന് പറയുമ്പോൾ നമുക്കൊരു തമാശ തോന്നും. യുദ്ധത്തിൽ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? അതായത് ഈ കാലഘട്ടത്തില് എഐയുടെയും റോബോട്ടിക്സിന്റെയും പിന്നെ ഒക്കെ ഈ കാലഘട്ടത്തിൽ യുദ്ധത്തിന്റെ മുഖം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് കണ്ടു. ഈ ഇസ്രയേൽ ഉപയോഗിക്കുന്നത് അൺമാൻഡ് ഫ്ലൈറ്റ്സ് ആണ്, ഡ്രോൺസ് ആണ് ഉപയോഗിക്കുന്നത്. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള യുദ്ധത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയതുപോലെ നമ്മുടെ പാരൻ ടാങ്ക് ഒക്കെ ഉരുട്ടിക്കൊണ്ടുപോയി അതിർത്തി കൊണ്ടുവച്ച് പട്ടാളക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്ന യുദ്ധ രീതിക്ക് മാറ്റം വന്നു. അടുത്ത 5 വർഷത്തിനകം പട്ടാളക്കാർ നേരിട്ട് പോയിട്ട് യുദ്ധം ചെയ്യുന്ന സംവിധാനമൊക്കെ വളരെ കുറയും. അതുപോലെ തന്നെ എയർക്രാഫ്റ്റുകൾ ഉപയോഗിക്കുന്നത്. എയർക്രാഫ്റ്റുകൾ ഇപ്പം ഡ്രോൺ കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനം, മിസൈൽസ് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനത്തിലേക്കാണ്. അത് കഴിവതും അൺമാൻഡ് ആക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും നോക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ചൈന വളരെ മുന്നിലായി. ലോകത്ത് ഏറ്റവും കൂടുതൽ വാർഫെയർ ഡ്രോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. അപ്പൊ ഇതാണ് അവരുടെ ഒരു ഈ പറയുന്ന ലോക സാമ്പത്തിക സ്ഥിതിയെ അവര് കയറി പിടിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നതാണ്. പിന്നെ ഇലക്ട്രോണിക് വെഹിക്കിൾസിന്റെ കാര്യം, ഇവിയുടെ കാര്യത്തിലാണെങ്കിൽ അവരാണ് 50%, അതായത് 51% ലോകത്തുള്ള ഇവിയില് ചൈനയുടെ വെഹിക്കിൾസ് ആണുള്ളത്. അതിൽ തന്നെ 10 ബ്രാൻഡുകൾ എന്ന് പറയുന്നത് വേൾഡ് റെക്കഗ്നൈസ്ഡ് ബ്രാൻഡ്സ് ആണ്, BYD ഉൾപ്പെടെ. അതും ചൈനയുടെയാണ്. അപ്പം ഇവിയുടെ കാര്യത്തില് അങ്ങനെയുള്ള ഒരു സംവിധാനം നിലനിൽക്കുകയാണ്. അപ്പം ഈ സ്വാഭാവികമായിട്ടും ട്രംപിനെ ഭയപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം ഈ പല കോൺസെപ്റ്റുകളിലും പിൻവാങ്ങി. അതായത് സോളാർ ക്ലീൻ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് പിൻവാങ്ങിയിട്ട് കോളിനും ഡീസലിനും ഒക്കെ, ഡീസലിന് അല്ലെങ്കിൽ ഈ പെട്രോളിയം ഉൽപ്പന്നം ഉപയോഗിച്ചിട്ട്, നാഫ്തയൊക്കെ ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയിലേക്ക് ഇൻസെന്റീവ്സ് കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് പഴയുള്ള സൗരോർജം തുടങ്ങിയവയ്ക്കുള്ള ഇൻസെന്റീവ് കട്ട് ചെയ്തു. കാരണം അവർക്ക് ഗൾഫ് കൺട്രീസുമായിട്ടുള്ള, ഗൾഫിലെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഓയിൽ ഫീൽഡിലുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അമേരിക്കയിലെ കമ്പനികൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരമുള്ള ഒരു സംവിധാനം ആവശ്യമായിട്ട് വരും. അപ്പൊ ഇത്രയും ഈ വിധ വിഷയങ്ങൾ അവരുടെ ഭാഗത്തുണ്ട്. പിന്നെ ഈ എലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത്, എലോൺ മസ്ക് ചൈനയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ കാര്യം തന്നെ ഇതാണ്. ലോ കോസ്റ്റ് ആണ്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക്, കാറായാലും ബാറ്ററി ആയാലും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കിട്ടും. അപ്പം സ്വാഭാവികമായിട്ട് ഇലോൺ മസ്ക് അവിടേക്ക് പോകുന്നതിനുള്ള ഒരു മട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ ഒരു റെസ്പോൺസ് വന്നിട്ടുള്ളത് ഫോർഡ് മോട്ടോഴ്സിന്റെ സിഇഒയുടെ ഭാഗത്ത് നിന്നാണ്. അതായത് ജിം ഫാർല എന്ന് പറഞ്ഞ ഫോർഡ് മോട്ടോഴ്സിന്റെ സിഇഒ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇസ് ത്രെറ്റനിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ചൈനീസ് ടെക്നോളജി സുപ്പീരിയർ ആണ്,
എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് ടു അമേരിക്കൻ കാർ ഇൻഡസ്ട്രി എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതായത് അമേരിക്കയിലെ കാർ വ്യവസായം തകർന്നു പോകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ ജർമ്മനിയും ഫ്രാൻസും ഒക്കെ അതിൻ്റെ അകത്ത് പെടും. അതുകൊണ്ടാണ് ഇദ്ദേഹം ട്രംപ് ആവശ്യപ്പെടുന്നത് ചൈനയെ തടയണം. ഇനിയും നമുക്കിതിൻ്റെ അകത്ത്, ഇന്ത്യക്ക് ഇതിൻ്റെ അകത്ത് ഒരു വലിയ ചാൻസ് കൂടെ കിടക്കുകയാണ്. അതെന്ന് പറയുന്നത് നമ്മളുടെ എനർജി, അതായത് സോളാർ എനർജി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമ്മളും വളരെ അഡ്വാൻസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനേക്കാളും ഉപരി ഈ ബാറ്ററി പ്രൊഡക്ഷൻ ഏറ്റവും വേണ്ട ലിഥിയം, ഈ ലിഥിയത്തിന്റെ ഒരു വൻ ശേഖരം നമ്മളെ കാശ്മീരിൽ നമുക്കിപ്പോഴുണ്ട്. ഇത് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ മോഡി സർക്കാർ ഒരു സൗത്ത് ഏഷ്യൻ ഗ്രിഡ്, ഒരു കോമൺ ഗ്രിഡ് വേണമെന്ന് പറയുന്നു. അപ്പം നമുക്ക് വൈദ്യുതി, നമ്മുടെ ആംസ് ലെങ്തിൽ വൈദ്യുതി കിട്ടുകയാണ്. ചൈനയിലുള്ള അധിക എനർജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ മുഖച്ഛായ മാറുന്ന വ്യവസായങ്ങളിലേക്കാണ് ചൈന, ഇന്ത്യ അതുപോലുള്ള രാജ്യങ്ങൾ, അതായത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, അവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ചൈനയുടെ ടെക്നോളജി, ലോ കോസ്റ്റ് ടെക്നോളജിയും ലോ കോസ്റ്റ് മെഷീനറിയും വരുമ്പോൾ ഇവിടെ ഏഷ്യയിൽ ഒരു വൻപിച്ച ഡെവലപ്മെന്റ് ഉണ്ടാകും. ആ ഡെവലപ്മെന്റിനെയാണ് യൂറോപ്പും അമേരിക്കയും ഇപ്പോൾ ഭയപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഇത് തന്നെയാണ് ട്രംപിന്റെ പിന്നിലുള്ള ഇത്തരം ചുങ്കം ചുമത്തലിന്റെ പിന്നിലുള്ള ആവേശം. യെസ്, എന്തായാലും ട്രംപ് മുൻകൂട്ടി കാണുന്നത് ഈ രീതിയിൽ മറ്റ് ലോകരാജ്യങ്ങൾ അമേരിക്കയേക്കാൾ വലുതായി വളരരുത് എന്നത് തന്നെയാണ്. വളരെ വളരെ സ്വാർത്ഥമായ അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു വ്യക്തമായ കളി ഇതിന് പിന്നിലുണ്ടെന്നാണ് ഇത്തരം ചർച്ചകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഷ്യയ്ക്ക് മേൽ പോലും 100% താരിഫ് എന്ന് പറയുന്നു. ട്രംപിന് ചൈന പേടിയാണോ എന്നിടത്താണ് നമ്മുടെ ചർച്ച പോലും അവസാനിപ്പിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു അശോക് സർ.